പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലുള്ള കടങ്ങളും ആ കടത്തിന്റെ അനുബന്ധമായ വിത്തുകളും വേരുകളും ആധിപത്യങ്ങളും അവകാശങ്ങളും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, ഞങ്ങളുടെ തലമുറയെ വിശുദ്ധീകരിച്ച് വിടുവിക്കുന്ന ആ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ സകലമാന മേഖലകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപ, ശക്തി, വിടുതൽ, സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് മേലുള്ള പാപശക്തികൾ, രോഗശക്തികൾ, പൈശാചിക ശക്തികൾ, ഈ കടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അവകാശങ്ങൾ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഖ്യത്തിലേക്കും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, മരിച്ചുപോയ ശുദ്ധീരാത്മാക്കളെ വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനും അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, പിതാവേ, ഉണ്ണീശോയെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം മക്കളെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവസങ്ങൾ അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന ചില വേരുകള്, ചില കടങ്ങള്, ചില വിത്തുകള്, അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് തലമുറയെ വിശുദ്ധീകരിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശുദ്ധീകരണാത്മാക്കളുടെ മേല്, മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ മേൽ കടന്നു വന്നിട്ടുള്ള കടങ്ങളും എല്ലാ മാലിന്യങ്ങളും കഴുകി വിശുദ്ധീകരിച്ച് വീട്ടിക്കൊണ്ട് ആ മക്കളെയും സ്വർഗപ്രാപ്തിക്കായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വലിയ അത്ഭുതത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വലിയൊരു സ്വാധീനത്തിന്റെ അഭിഷേകമാണ് ഈ ദിവസങ്ങൾ നമ്മുടെ കുടുംബവൃക്ഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മൂലപാപത്തിന്റെ വലിയൊരു മേഖലയാണ് അസൂയ. അസൂയ എന്ന മൂലപാപം നമുക്കറിയാം. മറ്റുള്ളവരെ വളർച്ചയില്, നന്മയില്, അവരുടെ സൗന്ദര്യത്തില്, കഴിവില്, സമ്പത്തിലൊക്കെ തോന്നുന്ന ഒരു അസൂയ, അത് ഭയങ്കരമായ ഒരു മൂലപാപമാണ്. അസൂയ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണേ, എങ്ങനെയാ പ്രവർത്തിക്കണേ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് അസൂയ എന്നുള്ള മൂലപാപത്തിന്റെ പൈശാചിക ബന്ധനം ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ വളർച്ചയിൽ നിന്നൊക്കെ മുരടിപ്പിച്ചിട്ടുണ്ട്. അസൂയ വലിയ പൈശാചിക ബന്ധനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു മേഖല, നമ്മുടെ കുടുംബങ്ങളൊക്കെ അസൂയ വന്നിട്ട് സ്വന്തം സഹോദരങ്ങളോട് അസൂയ, അമ്മായിയമ്മയ്ക്ക് മരുമകളോട് അസൂയ, അമ്മായിയമ്മയോട് മരുമകൾക്ക് അസൂയ, സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അസൂയ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസൂയ, അയൽവക്കക്കാരുടെ വളർച്ചയിൽ അസൂയ, പലതിന്റെയും മറ്റുള്ളവരെ പഠനത്തില്, ജോലിയില്, വളർച്ചയില്, വിജയത്തില് അസൂയ. ഈ ഒരു ആത്മാവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതിശക്തമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിലുണ്ട്. ശുശ്രൂഷയില് അസൂയ, അവന്റെ ശുശ്രൂഷ, അവിടുത്തെ ശുശ്രൂഷ, അത് കാണുമ്പോ അസൂയ. ഈ അസൂയയുടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശക്തി പോവും. അതിനനുസരിച്ച് വാശി വരും, വെറുപ്പ് വരും. ചിലപ്പോ അതിനനുസരിച്ച് ചില പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥിക്കും, നശിക്കാൻ വേണ്ടി, തകരാൻ വേണ്ടി, മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലുമൊക്കെ സംഭവിച്ചു പോയ, അസൂയ തോന്നി ചെയ്തു പോയ കർമ്മങ്ങള്, അസൂയ തന്നെ അതിൽ തന്നെ വലിയ പാപ, അതൊരു വിത്തായിട്ട് കിടക്കാണ്, അരൂപിയായിട്ട് കിടക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കാൻ പറ്റൂല. നന്മ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, സ്വന്തം മക്കളുടെ പോലും നന്മ ആഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഇന്ന് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളില് സഹോദരന്മാരുടെ വളർച്ചയില് അസൂയപ്പെടുന്നവരെ ഒത്തിരി കണ്ടിട്ടുണ്ട്. സന്തോഷിക്കല്ലേ വേണ്ട. ഇന്ന് ചിലരൊക്കെ വിശേഷം ചോദിക്കുമ്പോ സുഖാണോ? ആ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ ഇന്ന് പലർക്കും
കേൾക്കാൻ ഇഷ്ടം എന്താണ്? അത്ര സുഖമൊന്നുമില്ല. ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. ഒരു നല്ലത് ശരിക്കും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒത്തിരി പേരുണ്ട്. എന്തെങ്കിലും മോശം കേട്ട് കഴിഞ്ഞാൽ സന്തോഷമാണ്. അവർക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. ഇത് അസൂയാണ്. നന്മ ആഗ്രഹിക്കില്ല, വളർച്ച ആഗ്രഹിക്കാൻ പറ്റില്ല. ഒരാൾ വിജയിച്ചാലോ അത് നമുക്ക് സന്തോഷം തരില്ല, ദുഃഖമാണ്. അവന്റെ വിജയത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? അസൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ പൈശാചിക ബന്ധനം ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ വളർച്ചയിൽ നിന്ന് മുരടിപ്പിച്ചിട്ടുണ്ട്. ഒരു മനസ്സിലാക്കുക, നമുക്ക് അസൂയ തോന്നിയാൽ ആ അരൂപി നമ്മെ സ്വാധീനിക്കും, നമ്മുടെ മക്കളെ സ്വാധീനിക്കും, നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കും. എപ്പോൾ നന്മ ആഗ്രഹിക്കുക, നല്ലത് ആഗ്രഹിക്കുക. അങ്ങനെ നന്മ ആഗ്രഹിക്കുമ്പോ, നല്ലത് ആഗ്രഹിക്കുമ്പോ ആ നന്മയും ആ നല്ലതും നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. അസൂയപ്പെട്ടാലോ അസൂയയുടെ രൂപി നമ്മെ താഴ്ത്തിക്കളയും, നമ്മെ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ മേഖല ശരിക്കും ധ്യാനിക്കുമ്പോൾ അസൂയ എന്നുള്ള ഒരു വലിയ പൈശാചിക ബന്ധനം ഇന്ന് നമ്മുടെ വളർച്ചയെ, നമ്മുടെ നന്മയെ, നമ്മുടെ അഭിവൃദ്ധിയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ അസൂയയോടുകൂടി നമ്മൾ കുടുംബത്തിൽ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ ഒരു നന്മയുടെ, ആ ഒരു വളർച്ചയുടെ ഒരു അഭിഷേകം നഷ്ടപ്പെടുത്തി കളയും. അത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളാണേലും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി ബിസിനസ് മേഖല, അല്ലെങ്കിൽ ഓരോ മേഖലകളിലും ഈ അസൂയ വന്നു കഴിഞ്ഞാൽ അത് നാശത്തിലേക്ക് നയിക്കും. അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തില് കടന്നു വന്നിട്ടുള്ള അസൂയയുടെ ഈ മൂലപാപത്തിന്റെ വേരിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോയ ചില പ്രവൃത്തികളുണ്ട്. ചില മക്കളൊക്കെ അതിനുവേണ്ടി അസൂയ മൂർത്ത് അവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കർമ്മങ്ങള്, ചില കൊലപാതകങ്ങള്, ചില ജഡിക പാപങ്ങള്, ചില ആഭിചാരി പ്രവൃത്തികള്, മന്ത്രവാദ പ്രവൃത്തികള്, ചില ശാപവാക്കുകള് മനസ്സുകൊണ്ട് അവൻ ഗതി പിടിക്കല്ലേ എന്നുള്ള ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചത്, ചിലപ്പോഴൊക്കെ പിശാചികളെ പോലും വിളിച്ചു വരുത്തിയതൊക്കെ ഈ അസൂയയിൽ നിന്നൊക്കെയാണ് മക്കളെ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങൾ, അത് പാപമാണ്. അതിന്റെ കടം, അതിന്റെ ശാപം, അതിന്റെ പൈശാചിക ബന്ധനം, അതുമായിട്ട് ബന്ധപ്പെട്ട അസൂയയുടെ അരൂപി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനിക്കും. നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെ അവർ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം എന്ന് പ്രാർത്ഥിക്കാം. അസൂയയുമായിട്ട് ബന്ധപ്പെട്ട മൂലപാപത്തിന്റെ എല്ലാ കടങ്ങളും, ആധിപത്യങ്ങളും, ശക്തികളും നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവെ നന്മ ആഗ്രഹിക്കാൻ, നല്ലത് ആഗ്രഹിക്കുവാൻ, വളർച്ചയിൽ സന്തോഷിക്കാനുള്ള കൃപയും അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയില് ഈ കടങ്ങളുടെ പൂർത്തിക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാം ദൈവത്തിൻ്റെതാ. അവന്റെ സമ്പത്ത്, അവന്റെ കഴിവ്, അവന്റെ വിജയം ആരുടെ? ദൈവത്തിന്റെ. അപ്പോൾ നമ്മൾ എന്ത് സന്തോഷിക്കണം? ദൈവത്തിൽ. ആ ദൈവത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും സാധിക്കട്ടെ. എല്ലാം നന്മ ദൈവത്തിന്റെയാണ്. ആത്യന്തികമായ നന്മയുടെ അടിസ്ഥാനം കാരണം ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്വന്തമായതിനെ അസൂയപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന നമുക്ക് ഈശോയോട് കൂടി ആയിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അങ്ങ് ചൊരിഞ്ഞ കൃപകള്, അങ്ങ് നൽകിയ ദാനങ്ങള് എല്ലാം അങ്ങയുടേതാണല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ലോകത്തിനുമുള്ള എല്ലാ നന്മയുടെയും ഉറവിടമായ കർത്താവെ, അങ്ങയുടെ നന്മയെ ഓർത്ത്, അങ്ങയുടെ പരിപാലനയെ ഓർത്ത്, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോട് ചേർന്ന്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളോടും ചേർന്ന് എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ലോകത്തിന്റെ മേല്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേല്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേല്, ഞങ്ങളുടെ അയൽപക്കക്കാരുടെ മേല് അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള കൃപകളാണ് എല്ലാം എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രത്യേകം ആവിധം ധ്യാനിച്ചതും അങ്ങ് ഞങ്ങളോട് പറഞ്ഞതും അസൂയയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണല്ലോ കർത്താവേ.
അസൂയ എന്ന മൂലപാപം അനേക മക്കളെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ദാനമായി നൽകിയതാണ് എല്ലാ കഴിവുകളും. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ സാവൂള് ദാവീദിനെ ഓർത്ത് അസൂയ പൂണ്ട് അവനെതിരെ ചെയ്ത പ്രവർത്തികള് അവന്റെ നാശത്തിന് കാരണമായല്ലോ. കർത്താവേ, അസൂയ മൂത്താല് ചെയ്യുന്ന പ്രവർത്തികൾക്ക് യാതൊരു കണക്കില്ല. കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ അസൂയ എന്നുള്ള മൂലപാപത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് അസൂയപ്പെട്ട് ഞങ്ങളോ ഞങ്ങളുടെ കുടുംബക്കാരോ പൂർവികരോ അപ്പന്റെ കൈവഴികളില് അമ്മയുടെ കൈവഴികളില് ചെയ്തു വച്ച പാപങ്ങള് മറ്റുള്ളവരെ നശിപ്പിക്കാനോ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ അവരുടെ നാശം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനോ അവരുടെ നന്മയില് സന്തോഷിക്കാനോ കഴിയാത്ത വിധം അസൂയയുടെ വലിയ സ്വാധീന ശക്തി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അടിമപ്പെടുത്തി വച്ചിട്ടുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കടങ്ങള്, പാപങ്ങള്, വിത്തുകള്, വേരുകള് ഈശോയെ അങ്ങ് തന്നെ എടുത്തു മാറ്റണമേ. അതിലൂടെ കടന്നു വന്ന പാപശക്തികള്, പൈശാചിക ശക്തികള് നിർവീര്യമായി പോകട്ടെ. കർത്താവേ, വലിയ വിടുതലിന് വേണ്ടി അസൂയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസൂയയുടെ ആത്മാവിനെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന് എഴുതുമാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാപങ്ങളുടെ പൊറുതിക്കായി, കടങ്ങളുടെ പൊറുതിക്കായി ഈ മേഖലയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ, ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഈശോയെ, എല്ലാ അസൂയയിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ അങ്ങ് വിടുവിക്കണമേ. ഞങ്ങൾ നന്മയെ ആഗ്രഹിക്കുന്നവരായി മാറട്ടെ. നന്മയെ ഞങ്ങൾ സന്തോഷിക്കട്ടെ. മറ്റുള്ളവരുടെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കട്ടെ. സഹോദര ബന്ധത്തില്, കുടുംബ ബന്ധത്തില്, മാതാപിതാക്കളും മക്കളും തമ്മിലും, ഭാര്യാഭർത്തൃ ബന്ധത്തില് എല്ലാം കർത്താവേ നന്മയെ ആഗ്രഹിക്കട്ടെ, നന്മയിൽ സന്തോഷിക്കട്ടെ, വിജയത്തിൽ ആനന്ദിക്കട്ടെ. എല്ലാവരും നന്മയെ ആഗ്രഹിക്കുവാൻ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായി കടന്നു വന്നിട്ടുള്ള എല്ലാ അസൂയയുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങളെ, അകൃത്യങ്ങളോർത്ത് മാപ്പ് ചോദിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ അവസ്ഥയിൽ ജീവിച്ച് മരിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പാപമാലിന്യങ്ങള്, അശുദ്ധി എല്ലാം എടുത്തു മാറ്റി ശുദ്ധീകരണ ആത്മാക്കളെ വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മഹാകരുണയ്ക്കായി ശുദ്ധീകരണ ആത്മാക്കളെ എല്ലാവരും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നിമിഷം. നമ്മുടെ കുടുംബത്തിലെ സ്നേഹവും ഐക്യവും പരസ്പര സഹകരണവും കൂട്ടായ്മയും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഒത്തിരി അസൂയ നമ്മുടെ സഹോദര ബന്ധങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. നാശം ആഗ്രഹിച്ച് അതിൻ്റെ പേരിലൊക്കെ പ്രാർത്ഥിച്ചതും ചില ആഭിചാരി ക്രിയകൾ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതും അതിൻ്റെ പേരിലൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അവിടെ വിജയത്തിൽ സന്തോഷിക്കാതിരുന്നത്,
അവർ തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ചത്. സഹോദരങ്ങളുടെ മക്കള് തോറ്റു കാണണം, വിജയിക്കുമ്പോ ഒരു ഭയങ്കര അസൂയ. അത് നമ്മിലേക്കും അസൂയയുടെ രൂപി കടന്നു വന്നിട്ടുണ്ടാകും. നമ്മുടെ വളർച്ച ആഗ്രഹിക്കാത്തവര് അസൂയപ്പെട്ട് നമുക്കെതിരെ ഒന്ന് ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ നമ്മുടെ മക്കളെ സ്വാധീനിക്കും. അസൂയയുടെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും അസൂയ നമുക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബവൃക്ഷത്തില് നമ്മുടെ ജോലിക്കെതിരെയോ ബിസിനസ്സിനെതിരെയോ മക്കളുടെ പഠനത്തിനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുണ്ട്. ചില മക്കൾ നന്നായിട്ട് പഠിക്കണപ്പോ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾക്ക് ഭയങ്കര അസൂയ. അവരെന്തോ ആഗ്രഹിച്ചു, ഭയങ്കര ആ ഒരു അസൂയയുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ ആ കുഞ്ഞിനെ സ്വാധീനിക്കാം. അങ്ങനെ കുറെ അനുഭവങ്ങൾ അച്ഛൻ കേട്ടിട്ടുണ്ട്. എന്നുള്ള പ്രിയപ്പെട്ടവരെ, അസൂയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അരൂപികളും, എല്ലാ കടങ്ങളും, എല്ലാ ശക്തികളും നമ്മുടെ ബിസിനസ്സിനെ, ജോലിയെ, മക്കളുടെ പഠനത്തെ, ആരോഗ്യത്തെ, കുടുംബജീവൻ. ചില കുടുംബങ്ങളൊക്കെ നന്നായിട്ട് പോകുമ്പോ ചിലർക്ക് അസൂയ. അവരെന്ത് സന്തോഷത്തിലാ, സ്നേഹത്തിലാ പോണേ, ഒന്ന് തകർന്നു കാണാൻ ഒരു ആഗ്രഹം, ചിലപ്പോ ഒരു പ്രാർത്ഥന. ചില ആൾക്കാരെങ്കിലും ചിലപ്പോ അഭിചാരം ചെയ്യുന്നത് അതിനെതിരെ, അത് നല്ലതിന്, നല്ല പോക്കിനെതിരെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈശോയെ അതൊക്കെ എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഉപജീവന മാർഗങ്ങളെ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ ചുവട്ടില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നിർവീര്യമായി പോകട്ടെ. കുടുംബത്തില് സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ, നന്മ ആഗ്രഹിക്കട്ടെ, വളർച്ച ആഗ്രഹിക്കട്ടെ, നന്മയിൽ എല്ലാവരും സന്തോഷിക്കട്ടെ. വ്യക്തിപരമായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഇതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേക്കീശോയെ സ്നേഹത്താൽ നിറയ്ക്കണമേ. നന്മയിൽ ഞങ്ങളെ വളർത്തണമേ, നന്മയെ ആഗ്രഹിക്കുന്നവരാക്കി മാറ്റണമേ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.